ത്രീ വീൽ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയറിംഗ് കിറ്റ് കത്തിപ്പോയ ഒരു LPG വാഹനത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ വയറിംഗ് കിറ്റ് കത്താനുണ്ടായ കാരണം, പിന്നെ വയറിംഗ് കിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ആ ഒരു സോക്കറ്റുകൾ എവിടെ എന്നതിനെ കുറിച്ചിട്ടൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ബാറ്ററീനെ കുറിച്ചാണ്. നമ്മളൊരു 6 മാസത്തിൽ ഇടയ്ക്ക് ഒരു തവണയെങ്കിലും ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററി അയച്ച് പുറത്തെടുത്തിട്ട് ബാറ്ററിയുടെ സ്റ്റാൻഡിൻ്റെ കണ്ടീഷനും എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററിയുടെ സ്റ്റാൻഡ് ദ്രവിച്ചിട്ട് ബാറ്ററി താഴേക്ക് തൂങ്ങിക്കിടന്നിട്ട് ഇതിൻ്റെ ടെർമിനൽ ബോഡിയിൽ എർത്തായിട്ട് വയറിംഗ് കിറ്റ് ഷോർട്ടായിപ്പോയി. ഷോർട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് കിറ്റ് ഒന്നും പറ്റാത്ത രീതിയിൽ വയറിംഗ് കിറ്റ് കത്തിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യണതും, പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈൻ എന്തെങ്കിലും വയറിംഗ് കിറ്റിൽ നിന്ന് ലൈറ്റിനോ അല്ലെങ്കിൽ സെറ്റിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വയറിംഗ് കിറ്റിൽ നിന്ന് ലൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ലൈനുകൾ ഒന്നും തന്നെ കട്ട് ചെയ്യാതെ നമുക്ക് കമ്പനി ഇട്ടിരിക്കുന്ന അതേ സോക്കറ്റ്, ഫ്രീ സോക്കറ്റുകൾ 2 ഉണ്ട്. ഒരെണ്ണം ബാക്കിലും ഒരെണ്ണം ഫ്രണ്ടിലുമായിട്ട്. അപ്പം ഈ 2 സോക്കറ്റുകളുടെ ലൊക്കേഷൻ എവിടെയാണെന്നും ഉള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ബാറ്ററി സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പഴയ ബാറ്ററി സ്റ്റാൻഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ബാക്കി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ബാറ്ററി സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് പഴയ ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലാണ് കിടക്കുന്നത്. ഈ നെഗറ്റീവ് ടെർമിനലിൻ്റെ അവസ്ഥയാണ് ഇനി കാണാൻ പോണേട്ടോ. അതേ നെഗറ്റീവ് ടെർമിനലിൻ്റെ അവസ്ഥയിൽ കത്തിക്കരിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കണേണ്. ഇനി നമുക്ക് വയറിംഗ് കിറ്റ് നോക്കാം. വയറിംഗ് കിറ്റിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഒരു വയറ് പോലും ഇതിൽ നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടില്ല. കാരണം എല്ലാം കൂടെ മൊത്തം കത്തി ഉരുകി പോയേക്കണായിരുന്നു. ഭയങ്കര പുകയായിരുന്നു എന്നാണ് കസ്റ്റമർ, വണ്ടിയുടെ ഓണർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ വയറിംഗ് കിറ്റിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വയറിംഗ് കിറ്റ്. ബാക്കിലത്തെ വയറിംഗ് കിറ്റാണിത്. ഫ്രണ്ടിലത്തെ വയറിംഗ് കിറ്റിന് ഒന്നും പറ്റിയിട്ടില്ല. ബാക്കിലത്തെ വയറിംഗ് കിറ്റ് മാത്രമാണ് നല്ലോണം കത്തിപ്പോയേക്കണത്. അപ്പോൾ ഇവനെ ഇനി നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ റിലേ അസംബ്ലി. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് മോട്ടറിലേക്കുള്ള ലൈനും അതേപോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനലും വരുന്നത് ഈ ഒരു കിറ്റിലാണ്. അപ്പോൾ ഈ ഒരു കിറ്റിൽ തന്നെയാണ് ബാറ്ററിയിലേക്കുള്ള കണക്ഷനും അതുപോലെ തന്നെ മോട്ടറിലേക്കുള്ള കണക്ഷനും വരുന്നത് ഈ ഒരു കിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. ഇതിൽ തന്നെയാണ് നമുക്ക് മോട്ടറിലേക്ക് വരുന്ന ലൈനുകളും പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് സെൽഫ് സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷനും പിന്നെ വരുന്നത് സ്റ്റാർട്ടറിൻ്റെ റിലേയും എല്ലാം കൂടി അടങ്ങിയ ഒരു കിറ്റാണിത്. ഈ ഒരു സോക്കറ്റാണ് വരുന്നതാണ് മെയിൻ ഫ്യൂസിലേക്കുള്ള സോക്കറ്റ്. അപ്പോൾ ഈ ഒരു സോക്കറ്റ് BS4 വാഹനങ്ങളിൽ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ പഴയതിൽ നിന്നും കട്ട് ചെയ്ത് ഈ പുതിയതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഫിറ്റാക്കുന്നത്. അപ്പോൾ ഇതാണ് 2 സ്റ്റാർട്ടറിൻ്റെ റിലേ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാറ്ററിയുടെ ക്ലാമ്പൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടെർമിനലും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയറിംഗ് കിറ്റ് നമ്മൾ കയറ്റി, കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു, മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് വയറിംഗ് കിറ്റ് നമ്മൾ വീഡിയോ എടുക്കാതെ തന്നെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് ബോക്സാണ്. CDI യൂണിറ്റ് TCI ഒക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ കവർ ചെയ്ത് വെള്ളമൊന്നും കയറാതെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ വയറിംഗ് കിറ്റ് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടറിൻ്റെ റിലേയും അകത്ത് ആ ബ്ലാക്ക് ഇതിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ് റിലേ. മോട്ടറിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സോക്കറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ബാക്കിലേക്ക് ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ കാണുന്ന റെഡ് സോക്കറ്റാണ് ബാറ്ററിയിൽ നിന്നും വരുന്ന ലൈനാണ്. അത് ഡയറക്റ്റ് വരുന്ന ലൈനാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ബാക്കിൽ ലൈറ്റോ എന്തെങ്കിലും പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോക്കറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഫ്രണ്ടിൽ നിങ്ങൾക്ക് ലൈറ്റോ അല്ലെങ്കിൽ സെറ്റിലേക്കോ എന്തെങ്കിലും കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബ്രൗൺ കളർ സോക്കറ്റ് ഉണ്ടാവും.
അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ലൈൻ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. ഫ്രണ്ടിലും എന്തെങ്കിലും കണക്ഷൻ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കുക. ഒന്നും വയർ കട്ട് ചെയ്യാൻ നിൽക്കരുത്, വയറിംഗ് കിറ്റ് കട്ട് ചെയ്യാൻ നിൽക്കരുത്.